വൈമാനികനാവുക അല്ലെങ്കിൽ പൈലറ്റാവുക എന്നുള്ളത് നമ്മുടെ കുട്ടിക്കാലത്ത് മിക്കവരും കണ്ട ഒരു സ്വപ്നമാണ്. പക്ഷേ ഒരു ലോവർ മിഡിൽ ക്ലാസ്സിനൊന്നും അത്തരമൊരു കോഴ്സ് പഠിക്കാനുള്ള സാമ്പത്തികമായ കെൽപ്പില്ല, ഇപ്പോഴും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ സ്ഥാനത്ത് ലോവർ മിഡിൽ ക്ലാസ്സിൽപ്പെടുന്ന കുട്ടികൾ പിന്നാക്ക ജാതി സമുദായങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഇവർക്കൊന്നും അത്തരമൊരു സ്വപ്നം കാണാൻ തന്നെ അപ്രാപ്യമാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് വിങ്സ് എന്നുള്ളത്. വിങ്സ് അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ കുട്ടികൾക്ക്, അതിൽ വൈമാനികരാവാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പൂർണ്ണ സാമ്പത്തിക പിന്തുണയോടുകൂടി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടുന്ന രൂപത്തിലുള്ള കോഴ്സ് ക്രമീകരണം എന്നുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ആ പദ്ധതിയെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷെ ആ പദ്ധതി രൂപപ്പെടുത്തിയതിന് പിന്നിലുള്ള സമതാബോധത്തെ അല്ലെങ്കിൽ പിന്നാക്ക ജനവിഭാഗത്തെ എംപവർ ചെയ്യാനുള്ള ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ വലിയ രൂപത്തിൽ കാണേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലോവർ മിഡിൽ ക്ലാസ്സിന് പോലും അഫോർഡബിൾ അല്ല പൈലറ്റ് വൈമാനികനാകാനുള്ള കോഴ്സ് എന്നുള്ളത്. ആ നിലയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഇത്തരം വലിയ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് അതൊരു വലിയ ഇൻക്ലൂസീവ്നെസ് ആണ്. നമ്മളിപ്പോൾ ഭയങ്കര സിദ്ധാന്തങ്ങൾ പലരും പറയുമെങ്കിലും ഈ സിദ്ധാന്തങ്ങളെ പ്രവൃത്തി പദത്തിൽ വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അവർ പറയുന്ന ആശയങ്ങളെ, അവർ മാനിഫെസ്റ്റോയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് നമ്മൾ വിങ്സ് എന്നുള്ള പ്രോജക്റ്റിനെ കണ്ടത്. അത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റായി മാറുന്നത് അങ്ങനെയാണ്. ഇപ്പം വിങ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഏകദേശം ഒരു കുട്ടിക്ക് കോഴ്സ് കഴിയാൻ 25.3 ലക്ഷം ഉറുപ്പിയാണ് ചിലവ് വരുന്നത്. ഈ കോഴ്സിന്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഈ കോഴ്സിന്, പ്രത്യേകിച്ച് രാജീവ് ഗാന്ധി അക്കാഡമിയിലാണ്, ഫോർ ഏവിയേഷൻ ടെക്നോളജി എന്ന അക്കാഡമിയിലാണ് ഇത് നടക്കുന്നത് കോഴ്സ്. അപ്പോൾ ഈ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25.3 ലക്ഷം രൂപയാണ് ഒരു കുട്ടിക്ക് വരുന്നത്. അങ്ങനെ ആ നിലയ്ക്ക് എന്ത് ചെയ്തു, 2023 തോന്നുന്നു 5 കുട്ടികൾ ഈ രംഗത്ത് നിന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കി. അതിൽ 4 പേര് കൊമേഴ്ഷ്യൽ മേഖലയിലേക്ക് മാറി, ഒരാൾ എന്താണ് ഡിഫൻസ് മേഖലയിലേക്ക് മാറി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100% സ്കോളർഷിപ്പ് ആണ്. എന്നാൽ കുട്ടിക്ക് ഒരു പണവും കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ യോഗ്യത അടിസ്ഥാനത്തിൽ മാത്രമാണ് സെലക്ഷൻ. എന്നാൽ ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തു നിന്ന് എൻട്രൻസ് പരീക്ഷ നടത്തി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയത്. ഈ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് മാത്രമല്ല, ഏവിയേഷനായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കോഴ്സുകൾ, എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ്, ഈ കോഴ്സിനും ഈ കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ 2022 കണക്ക് പ്രകാരം 150 കുട്ടികളാണ് ഈ രൂപത്തിൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തത്. അതിൽ 90 കുട്ടികൾ 6 മാസം കൊണ്ട് തന്നെ ഈ കോഴ്സ് പൂർത്തിയാക്കി അവർ അതിൻ്റെ ജോലി നേടി. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഉദാത്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് കേരളത്തിലെ സാമ്പത്തികമായിട്ട് മുന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അപ്രാപ്യമായ വൈമാനിക സ്വപ്നത്തെ ഏറ്റവും താഴെത്തട്ടിൽ, സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ജനവിഭാഗത്തിന് പ്രാപ്യമാക്കുക എന്നുള്ള ഒരു വല്ലാത്ത ഒരു ഈക്വലൈസേഷൻ അല്ലെങ്കിൽ ഒരു സമത്വവൽക്കരണം, അതിന് വലിയൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. രാഷ്ട്രീയ ഇച്ഛാശക്തി മാത്രമല്ല, അതിനൊരു വല്ലാത്തൊരു മാനവികത ബോധം വേണം. ആ മാനവിക ബോധത്തിൻ്റെ കരുത്ത് എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഉണ്ട് എന്നത്
തെളിയിക്കുന്നതാണ് വിങ്സ് പദ്ധതി എന്നുള്ളത്. ഈ പദ്ധതി ഇനിയും ആളുകളെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്ത് വലിയ സക്സസ് ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷം തുടരണം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഈ വിങ്സ് പദ്ധതി എന്നുള്ളത്. ഓക്കെ, ബൈ.